നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയുടെ മുഖച്ഛായ മാറും. ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പാലക്കാടും. പാലക്കാട് നഗരത്തിൽ കനത്ത മഴ, പല റോഡുകളും വെള്ളത്തിൽ. തൊഴിലുറപ്പ് പദ്ധതികളെ കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. BJP അംഗത്വ ക്യാമ്പയിന്റെ ഭാഗമായി പാലക്കാട് സംസ്ഥാനതല മഹിളാ ശില്പശാല. ഞാൻ റീത്ത. വാർത്തകൾ വിശദമായി. നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ പാലക്കാട്ടടക്കം 12 ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിലെ പാലക്കാടും പദ്ധതിയുടെ പരിധിയിൽ 1710 ഏക്കറിൽ പദ്ധതി ഒരുങ്ങുക. പദ്ധതിക്കായി 386 കോടി രൂപയാണ് ചിലവ് വരുന്നത്. 51,000-ഓളം തൊഴിലവസരങ്ങളാണ് പദ്ധതിയിലൂടെ സൃഷ്ടിക്കുന്നത്. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലെ NSDCയും സംസ്ഥാന സർക്കാരും സംയുക്തമായാണ് വ്യവസായി ഇടനാഴി പദ്ധതി നടപ്പാക്കുക. കഴിഞ്ഞ മാസം പാലക്കാട് കേന്ദ്രീകരിച്ചുള്ള ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്ററിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര നിർദ്ദേശ കൺസൾട്ടൻസിയുടെ പഠന റിപ്പോർട്ടിന്റെയും ഉന്നതതല ചർച്ചകളുടെയും അടിസ്ഥാനത്തിലാണ് പദ്ധതി കേരളത്തിന് അനുവദിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. പദ്ധതിക്കായി സർക്കാർ പാലക്കാട് സ്ഥലം ഏറ്റെടുത്ത നടപടികൾ പൂർത്തീകരിച്ചിരുന്നു. മെഡിസിനൽ, കെമിക്കൽ, ബോട്ടോണിക്കൽ പ്രോഡക്ട്സ്, റബ്ബർ അധിഷ്ഠിതമായ കേന്ദ്രം കൂടിയായി ഇത് പ്രവർത്തിക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. ജില്ലയുടെ വ്യവസായ പുരോഗതിക്ക് ഒന്നാം പിണറായി സർക്കാർ പ്രഖ്യാപിച്ച കോയമ്പത്തൂർ കൊച്ചി വ്യവസായി ഇടനാഴി കൂടിയാണിത്. ഒന്നാം ഘട്ട പദ്ധതിക്ക് കേന്ദ്രാനുമതി കൂടി ലഭിച്ചതോടെ ഇനിയുള്ള നടപടികൾ വേഗത്തിലാകും. പദ്ധതി നടപ്പാക്കാൻ പുതുശ്ശേരി, കണ്ണമ്പ്ര പഞ്ചായത്തുകളിലായി 1710 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടപടികൾ തുടങ്ങാനിരിക്കെ കോവിഡ് വന്നതോടെ മന്ദഗതിയിലായി. പിന്നീട് 2022 നവംബറിൽ ഭൂമി ഏറ്റെടുക്കൽ പുനരാരംഭിച്ചു. 2023 ജൂണിൽ പൂർത്തിയായി. 2 പഞ്ചായത്തുകളിലായി 1237 ഏക്കർ ഏറ്റെടുത്തു. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിനിടയിലും ഭൂമി വിലയായി 1344 കോടി രൂപ സംസ്ഥാന സർക്കാർ ഉടമകൾക്ക് നൽകി. സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള കിൻഫ്രയാണ് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കിയത്. ചെന്നൈ ബാംഗ്ലൂരു വ്യവസായ ഇടനാഴി കോയമ്പത്തൂർ വഴി കൊച്ചി വരെ നീട്ടാനാണ് സംസ്ഥാന സർക്കാർ പദ്ധതി സമർപ്പിച്ചത്. കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതിയാണ് വിഭാവനം ചെയ്തത്. അതിനാൽ പകുതി വിഹിതം സംസ്ഥാന സർക്കാർ വഹിക്കണം. എന്നാൽ കേന്ദ്ര അനുമതി കിട്ടുന്നതിന് മുമ്പ് തന്നെ ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും നടപടി തുടങ്ങുകയും ചെയ്തു. വിഴിഞ്ഞം തുറമുഖം, വണ്ടാർപാടം കണ്ടെയ്നർ ടെർമിനൽ എന്നിവയുമായി ബന്ധപ്പെട്ട് ചരക്ക് നീക്കം സുഗമമാകുന്നതോടെ കൊച്ചി, കഞ്ചിക്കോട് മേഖലകളിൽ പുതിയ സംരംഭങ്ങൾ ഉയരും. 10,000 പേർക്ക് നേരിട്ടും 50,000 പേർക്ക് പരോക്ഷമായും ജോലി ലഭിക്കും. പദ്ധതിക്കായി ആകെ വേണ്ടിവരുന്ന സ്ഥലം 2185 ഏക്കറാണ്. ഇതിൽ 1710 ഏക്കറാണ് ഒന്നാം ഘട്ടം ഏറ്റെടുക്കുക. രണ്ടാം ഘട്ടമായി ഗ്ലോബൽ സിറ്റി നടപ്പാക്കും. ഇതോടെ വിവര സാങ്കേതിക വിദ്യയുടെയും സാമ്പത്തിക വ്യവസായ ഹബ്ബായും പാലക്കാട് ജില്ല മാറും. പാലക്കാട് നഗരത്തിൽ കനത്ത മഴ, റോഡുകളിൽ വെള്ളം കയറി. ഇന്ന് ഉച്ചയ്ക്കും കഴിഞ്ഞ ദിവസം രാത്രിയും പാലക്കാട് നഗരത്തിൽ കനത്ത മഴ. മഴയിൽ പാലക്കാട് നഗരത്തിൽ പല റോഡുകളിലും വെള്ളം കയറി. GB റോഡ്, മൃഗാശുപത്രി പരിസരം, റോബിൻസൺ റോഡ്, ഒലവക്കോട് കാത്തലിക് സിറിയൻ ബാങ്ക് പരിസരം, മാർക്കറ്റ് റോഡ് തുടങ്ങിയ പല റോഡുകളും വെള്ളക്കെട്ടിലാണ്. ഓവുചാലുകളും റോഡുകളും അറിയാതെ യാത്രക്കാരും വാഹനങ്ങളും തപ്പിത്തടയുകയാണ്. മലമ്പുഴ മേഖലയിലും വെള്ളക്കെട്ടുണ്ട്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിൽ പദ്ധതി കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. അനീതിയാണ്. കാരണം UPA ഗവൺമെന്റ് കോൺഗ്രസ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നത് കൊണ്ട് അത് എങ്ങനെയെങ്കിലും തകർക്കണം എന്നാണ് അവരുടെ ലക്ഷ്യം. അതുമാത്രമല്ല, കഴിഞ്ഞ പാർലമെന്റ് പറഞ്ഞിരുന്നു, കോൺഗ്രസ് കേന്ദ്ര അധികാരത്തിൽ വന്ന നിങ്ങൾ പണിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും 10,000-ലേറെ രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. UPA ഗവൺമെന്റിന്റെ കാലത്ത് സാധാരണക്കാരായ ഗ്രാമീണ തൊഴിലാളികൾക്ക് വർഷത്തിൽ ചുരുങ്ങിയത് 100 ദിവസത്തെ തൊഴിലെങ്കിലും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിൽ പദ്ധതി അട്ടിമറിക്കാനാണ് കേന്ദ്രത്തിലെ BJP സർക്കാർ ശ്രമിക്കുന്നതെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് A. തങ്കപ്പൻ കുറ്റപ്പെടുത്തി. INTUC സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുമ്പിൽ നടത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ധർണാ സമരത്തിന്റെ ഭാഗമായി പാലക്കാട് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സംസാരിക്കുകയായിരുന്നു തങ്കപ്പൻ. 100 ദിവസത്തെ തൊഴിൽ നൽകാൻ കഴിയുന്നില്ലെങ്കിൽ നിയമത്തിൽ അനുശാസിക്കുന്ന 100 ദിവസത്തെ വേതനം നൽകാനെങ്കിലും സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
റീജിയണൽ പ്രസിഡന്റ് അനിൽ ബാലൻ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ ഉപാധ്യക്ഷൻ സുധാരൻ പ്ലക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. INTUC കോൺഗ്രസ് നേതാക്കളായ AM അബ്ദുള്ള, ഇസ്മായിൽ, P പ്രസാദ്, അസീസ് മാസ്റ്റർ, ഹക്കീം, ഷബീർ H വേലപ്പൻ, സുമതി, രാധാകൃഷ്ണൻ, ശാന്ത സുകുമാരൻ, സെൽവൻ, അയ്യപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിനിമാ മേഖലയിലെ സ്ത്രീകൾ തെളിവു സഹിതം മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടും പാർട്ടി അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് അദ്ദേഹത്തെ ഭയമുള്ളതിനാലാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ. BJP അംഗത്വ ക്യാമ്പയിന്റെ ഭാഗമായി മഹിളാ മോർച്ച സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ശില്പശാല BJP ജില്ലാ ഓഫീസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, മഹിളാ മോർച്ച സംസ്ഥാന പ്രഭാരി നിഷിത രാജു, സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ്, സംസ്ഥാന ഭാരവാഹികളായ രാഗേന്ദു, സ്മിത മേനോൻ, ഷൈമ പൊന്നേത്ത്, സത്യലക്ഷ്മി, അഡ്വക്കേറ്റ് ശ്രീവിദ്യ, നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, മഹിളാ മോർച്ച പാലക്കാട് ജില്ലാ പ്രസിഡന്റ് P സത്യഭാമ എന്നിവർ സംസാരിച്ചു. CITU സന്ദേശം 50ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അറിവുത്സവത്തിന്റെ ജില്ലാ മത്സരങ്ങൾ സമാപിച്ചു. പാലക്കാട് KSTA ഹാളിൽ നടന്ന സമാപന യോഗം CITU സംസ്ഥാന സെക്രട്ടറി M ഹംസ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം SB രാജു അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ TK നൌഷാദ്, M പത്മിനി, L ഇന്ദിര, V സരള, P ഉണ്ണികൃഷ്ണൻ, C ഉണ്ണികൃഷ്ണൻ, KSTA ജില്ലാ സെക്രട്ടറി മഹേഷ് എന്നിവർ സംസാരിച്ചു. സമാപന ദിവസമായ ബുധനാഴ്ച ചലച്ചിത്ര ഗാനാലാപന മത്സരവും ജില്ലയിലെ തൊഴിലാളി ജീനിയസിനെ കണ്ടെത്താനുള്ള ക്വിസ് മത്സരവും നടന്നു. വിജയികൾ സെപ്റ്റംബർ 28-29 തീയതികളിൽ കോഴിക്കോട്ട് നടക്കുന്ന സംസ്ഥാനതല അറിവുത്സവത്തിൽ പങ്കെടുക്കും. വിജയികൾ 1, 2, 3 സ്ഥാനക്രമത്തിൽ ചലച്ചിത്ര ഗാനാലാപനം R രാജേഷ്, KWAEU, ഷജിത ബാബു, റോയൽ ഡെന്റൽ കോളേജ് എംപ്ലോയീസ് യൂണിയൻ, K സന്തോഷ് കുമാർ, KSRTEA, R മോഹനൻ, നാട്ടുകലാകാര യൂണിയൻ, B വിപിൻ, KWAEU, തൊഴിലാളി ജീനിയസ് ക്വിസ്, P വെങ്കടേഷ്, KWAEU, K അജിത്, CITU സെന്റർ, L ഷിബിൽ, KWAEU, കേരള പാണൻ കൾച്ചറൽ സൊസൈറ്റി, കേന്ദ്ര ഭരണസമിതി അയ്യൻകാളി ജയന്തി ആഘോഷിച്ചു. പ്രസിഡന്റ് C കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി N രവികുമാർ, ട്രഷറർ K വിജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കേരള കണക്കൻ മഹാസഭ സംഘടിപ്പിച്ച അയ്യൻകാളി ദിനാചരണം പ്രദീപ് നെന്മാറ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് K ശങ്കരൻ അധ്യക്ഷനായി. രാജൻ പുലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. T പഴനിമല, C കണ്ടമുത്തു, ധർമ്മജൻ പട്ടഞ്ചേരി, മുത്തുകുമാർ മുതലമട, വേലായുധൻ പള്ളം, രാജൻ എലമന്തം, സുരേഷ് കല്ലേക്കാട്, മോഹൻദാസ് തച്ചങ്കാട്, നാരായണൻ പനങ്ങാട്ടരി, സുമതി എലവഞ്ചേരി, വിനീത പല്ലച്ചന, ഊരച്ചൻ പേഴുങ്കാട്, M ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന പ്രസിഡന്റ് K രാമചന്ദ്രൻ കല്ലേപ്പുള്ളി ഉദ്ഘാടനം ചെയ്തു. വർക്കിംഗ് പ്രസിഡന്റ് V അയ്യപ്പൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി K മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. കേരള പുലയർ മഹാസഭ പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അയ്യൻകാളി ജന്മദിനാഘോഷം പ്രായിരി പഞ്ചായത്ത് അംഗം സിത്താര ശശി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് മുരുകൻ പുറയോരം അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ആറുചാമി അമ്പലക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. ഗിരീഷ് ധോണി, യൂത്ത് മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി സതീഷ് അമ്പലക്കാട്, മഹിളാ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രേമലത തച്ചങ്കാട്, മഹിളാ ജില്ലാ സെക്രട്ടറി കല്യാണി മുരുകൻ, ജയപ്രകാശ്, സുധ എന്നിവർ സംസാരിച്ചു. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ?
ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. നാഷണൽ ജനതാദൾ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളിയുടെ 161ാം ജന്മദിനം ആചരിച്ചു. സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള മുറവിളികൾ മുഴങ്ങുന്ന ഈ കാലഘട്ടത്തിൽ അയ്യങ്കാളിയുടെ ഓർമ്മകൾക്ക് വലിയ പ്രസക്തിയുണ്ടെന്ന് ജില്ലാ പ്രസിഡന്റ് എം സുഗതൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ, ജില്ലാ വൈസ് പ്രസിഡന്റ് KJ നയനാൻ, ജില്ലാ സെക്രട്ടറിമാരായ ഹംസ ചെമ്മാനം, MM വർഗീസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KU ഇർഷാദ്, ഗോപാലകൃഷ്ണൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് A അഷ്റഫ്, PM സുദർശൻ എന്നിവർ പ്രസംഗിച്ചു. ഓൺലൈൻ പാസ്പോർട്ട് സേവനങ്ങൾ 5 ദിവസത്തേക്ക് തടസ്സപ്പെടുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പാസ്പോർട്ടിനായി അപേക്ഷകൾ നൽകാനുള്ള പോർട്ടലിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് സേവനങ്ങൾ തടസ്സപ്പെടുക. ഈ സമയത്ത് പുതിയ അപേക്ഷകൾ നൽകാനാവില്ല. നിലവിലുള്ളവ മറ്റൊരു ദിവസത്തേക്ക് മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 29 വ്യാഴാഴ്ച രാത്രി 8 മുതൽ സെപ്റ്റംബർ 2 തിങ്കളാഴ്ച രാവിലെ 6 വരെയാണ് സേവനങ്ങൾ തടസ്സപ്പെടുക. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്ക് നവീകരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ഇതിനനുസരിച്ചുള്ള ക്രമീകരണം ഒരുക്കുന്നതിനാൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പോർട്ടലിൽ സാധാരണയായി നടത്തുന്ന പുതുക്കലുകളുടെ ഭാഗമായാണ് തടസ്സങ്ങൾ നേരിടുക എന്നും സെപ്റ്റംബർ 2 മുതൽ പഴയ രീതിയിൽ പോർട്ടലിലെ സേവനങ്ങൾ ലഭ്യമാകുമെന്നും കേന്ദ്രം അറിയിച്ചു. ലഹരി വിൽപ്പന പിടികൂടാനെത്തിയ പോലീസ് സംഘം പലചരക്ക് കടയിൽ നിന്നും കണ്ടെത്തിയത് ചാക്കുകളിലും മറ്റും ഒളിപ്പിച്ച നോട്ടുകെട്ടുകളും സ്വർണ്ണാഭരണങ്ങളും. ഇവ അനധികൃതമായി പലിശയ്ക്ക് പണം നൽകുന്നതിന്റെ ഭാഗമാണെന്ന് കണ്ടെത്തിയതോടെ യുവാവിനെ അറസ്റ്റ് ചെയ്തു. സ്ഥാപനത്തിലും വീട്ടിലും പോലീസ് നടത്തിയ പരിശോധനയിൽ പലിശ ഇടപാടിന്റെ ഭാഗമായ 7.19 ലക്ഷം രൂപ, 2 മുദ്രപത്രങ്ങൾ, 58 ഇരുചക്ര വാഹനങ്ങൾ, 4 കാർ, 5 ഓട്ടോറിക്ഷ, 70 കവറുകളിലായി സൂക്ഷിച്ച സ്വർണ്ണാഭരണങ്ങൾ, 28 മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിവ കണ്ടെത്തി. പെരുമാട്ടി, ആറ്റാഞ്ചേരി, പെരുമേട് RK നിവാസിൽ R ഷാജിയെയാണ് മീനാക്ഷിപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ വീടിനോട് ചേർന്നുള്ള ഷെഡിൽ നടത്തിയ പരിശോധനയിൽ 3 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നവും പിടികൂടി. ഈ കേസിൽ ഷാജിയുടെ സഹോദരൻ R ശിവദാസനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷാജിയുടെ വീടിനോട് ചേർന്നുള്ള പലചരക്ക് കടയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്നലെ രാവിലെയാണ് പാലക്കാട് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് പരിശോധനയ്ക്ക് എത്തിയത്. പരിശോധിക്കുന്നതിനിടെ കടയിലെ സാധനങ്ങൾക്കിടയിലും ചാക്കുകൾക്കിടയിലും നോട്ടുകെട്ടുകളും സ്വർണ്ണാഭരണങ്ങളും കണ്ടെത്തുകയായിരുന്നു. ചിറ്റൂർ DYSP കൃഷ്ണദാസ്, മീനാക്ഷിപുരം ഇൻസ്പെക്ടർ M ശശിധരൻ, കൊല്ലങ്കോട് SI സുജിത്, ചിറ്റൂർ SI ഷിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി കടയും വീടും ഉൾപ്പെടെ വിശദമായി പരിശോധിച്ചപ്പോഴാണ് പണവും വാഹനങ്ങളും ലഹരി വസ്തുക്കളും കണ്ടെത്തിയത്. പ്രതിക്കെതിരെ ഒട്ടേറെ പേർ പരാതിയുമായി എത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. 6 മാസം മുമ്പും ഇതേ ഷെഡിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇടവേള. ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും. ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 25 വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതുപുത്തൻ 916 HUID ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട്. 1 ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ, അവൻ എന്നിവ സ്വന്തമാക്കാൻ സുവർണാവസരം. സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ പൊന്നിനൊപ്പം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. പ്രേംദീപ് ജ്വൽസ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു തിരുമുൽക്കാഴ്ച 2024. ചിങ്ങം 1 മുതൽ 30 വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം. ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം. കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും. ഒപ്പം നിത്യഹരിത ഫെസ്റ്റ്, പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. ഓണത്തിനൊരുങ്ങൂ പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ്. കൂടാതെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷനും കൂടെ നടത്തുന്ന ഓണം സ്വർണോത്സവം 2024 ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 2.25 കിലോ സ്വർണ്ണ സമ്മാനം. ബമ്പർ സമ്മാനം 100 പവൻ, 1ാം സമ്മാനം 25 പവൻ, 2ാം സമ്മാനം 10 പവൻ, 3ാം സമ്മാനം 5 പവൻ. 1 ഗ്രാം സ്വർണം വീതം 1100 പേർക്ക്. കൂടാതെ 10 കിലോ വെള്ളി പ്രോത്സാഹന സമ്മാനവും. പ്രേംദീപ് ജ്വൽസ് ഗോൾഡൻ ഡയമണ്ട്സ്, കോളേജ് റോഡ്, പാലക്കാട്.
കാറ്റിൽ മരം വീണ് 3 വയസ്സുകാരന് പരിക്കേറ്റത് വീടിന്റെ മുറ്റത്ത് നിന്ന കുട്ടിക്ക്. വയലൂർ രാജേന്ദ്രന്റെ മകൻ ആദിക്കാണ് പരിക്കേറ്റത്. 27 രാവിലെ ഉണ്ടായ കാറ്റിൽ മരവും കവുങ്ങും ഒടിഞ്ഞു വീഴുകയായിരുന്നു. മുറ്റത്തായിരുന്ന കുട്ടിയുടെ ദേഹത്തേക്കാണ് മരത്തിന്റെ തലപ്പ് പതിച്ചത്. കാലൊടിഞ്ഞ കുട്ടിയെ കോട്ടത്തറ ട്രൈബൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാടശേഖരങ്ങളിലെ വിരിപ്പ് കൃഷി കൊയ്ത്ത് വൈകുമെന്ന ആശങ്കയിൽ കർഷകർ. കൃഷിഭവൻ പരിധിയിലെ പാടശേഖരങ്ങളിലെ വിരിപ്പ് കൃഷിയുടെ കൊയ്ത്ത് വൈകുമെന്ന ആശങ്ക. ഒക്ടോബർ മാസം അവസാനത്തോടെ കൊയ്ത്ത് പൂർണ്ണമായും കഴിയും. ജൂലൈ മാസത്തിലെ തുടർച്ചയായ മഴ മൂലം പാടങ്ങളിൽ വെള്ളം നിറയുകയും ഒഴുകിപ്പോകാൻ കഴിയാത്ത സ്ഥിതിയുമായത് നടീൽ വൈകുന്നതിന് പ്രധാന കാരണമാണ്. നീണ്ടുനിന്ന മഴ മൂലം നെൽപ്പാടത്ത് വിവിധതരം രോഗങ്ങൾ, കീടങ്ങൾ വരികയും ചെയ്തിരുന്നു. അതിൽ പ്രധാനം ബാക്ടീരിയൽ ഓല കരിച്ചിലാണ്. ഓരോ ഓലയും പൂർണ്ണമായും മുകളിൽ നിന്നും താഴേക്ക് കരിഞ്ഞ് നൂരി ഒന്നാകെ വൈക്കോൽ പോലെയായി കരിഞ്ഞു പോവുകയായിരുന്നു. രോഗനിയന്ത്രണത്തിനായി സൈക്ലിൻ 30 ഗ്രാം എന്ന ആന്റിബയോട്ടിക്കിനോടൊപ്പം കുമിൾ നാശിനി 50 ചേർത്ത് 1 ഏക്കറിന് 100 ലിറ്റർ വെള്ളത്തിൽ പശ ചേർത്ത് തളിക്കണം. മാറി മാറി വരുന്ന വെയിലും മഴയും കാരണമുണ്ടാകുന്ന കീടരോഗ ആക്രമണവും വളപ്രയോഗം വൈകുന്നതും വ്യത്യാസമായതോടെ ഈ പ്രാവശ്യത്തെ വിളവിൽ കുറവ് ഉണ്ടാകും എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. കൂടാതെ മുഞ്ഞയുടെ ആക്രമണവും കൂടുതലായിരുന്നു. തവിട്ട് വെള്ള നിറത്തിലുള്ള ചെറിയ പ്രാണികൾ നെല്ലിന്റെ ചൂട് ഭാഗത്ത് കൂട്ടം കൂടിയിരുന്ന ചെടികളിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്നത് മൂലം ചെടികൾ മഞ്ഞളിക്കുകയും ക്രമേണ കരിഞ്ഞു പോവുകയും ചെയ്യുന്നു. മഞ്ഞളിപ്പും കരിച്ചിലും പാടത്ത് അവിടെയായി വട്ടത്തിലാണ് ആദ്യം കാണുക. ഇതിന്റെ ജീവിതചക്രം പൂർത്തിയാകാൻ 10-22 ദിവസം വേണ്ടിവരും. ആക്രമണം രൂക്ഷമാകുമ്പോൾ നെൽപ്പാടം മുഴുവനും കരിഞ്ഞുണങ്ങുന്നു. ഇതിനെ ഹോപ്പർ ബെൻ എന്ന് പറയുന്നു. കീടത്തിന്റെ ആക്രമണം രൂക്ഷമാകുമ്പോൾ കോൺഫിഡർ 3 മില്ലി 1 ലിറ്റർ വെള്ളം എന്ന തോതിൽ സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇവ കൂടാതെ പുള്ളിക്കുത്ത് രോഗം, റൈസ് ബ്ലാസ്റ്റ് എന്നീ രോഗലക്ഷണം വരുന്നത് കണ്ടാൽ കൃഷിഭവൻ ശുപാർശ പ്രകാരം മരുന്ന് പ്രയോഗിക്കണമെന്നും അധികൃതർ അറിയിച്ചു. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കാവശ്ശേരി ചുണ്ടക്കാട് പ്രിയദർശിനി ആർട്സ് ക്ലബ് ആദ്യഘട്ട സഹായമായ 30,000 രൂപ കൈമാറി. ഓണാഘോഷ പരിപാടിയിലെ കലാകായിക പരിപാടികൾ ഒഴിവാക്കിയാണ് തുക കൈമാറുന്നത്. PP സുമോദ് MLA ഏറ്റുവാങ്ങി. പെരിങ്ങാട് ആറുചാമി ചികിത്സാ ധനസഹായവും നൽകി. ക്ലബ്ബ് പ്രസിഡന്റ് A സുധീർ അധ്യക്ഷനായി. സെക്രട്ടറി B സുനിൽകുമാർ, മറ്റ് ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ. പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. ശ്രദ്ധയൊന്നു തെറ്റിയാൽ വാഹനം കോസ്വേയിൽ കയറുന്നതിന് മുമ്പ് പുഴയിലെത്തും. കോസ്വേയിൽ കയറിയാൽ കുഴിയിൽപ്പെടാതെ മറുകരയെത്തുക ശ്രമകരം. വർഷങ്ങളായി കോൾപ്പാടം കോസ്വേയിൽ ഈ സ്ഥിതിയാണ്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് അതിർത്തി പങ്കിടുന്ന കോസ്വേയിലേക്ക് കയറുന്ന ഭാഗത്തെ റോഡിന്റെ ഒരു ഭാഗം കുഴിയാണ്. മലവെള്ളപ്പാച്ചിലും കനത്ത മഴയിൽ റോഡടികളിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളവും കാരണം മെറ്റലും ടാറിങ്ങും ഇളകിയാണ് റോഡിന്റെ ഒരു ഭാഗം തകർന്നത്. അപകട ഭീഷണി ഉള്ളതായി നാട്ടുകാരും പറയുന്നു. സ്വകാര്യ ബസ്സുകളും സ്കൂൾ ബസ്സുകളും അടക്കം ഒട്ടേറെ വാഹനങ്ങൾ കോസ്വേയിലൂടെ ഗതാഗതം നടത്തുന്നുണ്ട്. ചെറുവാഹനങ്ങൾ വന്നാൽ പോലും അരികെ ചേർത്ത് നിർത്താൻ പറ്റാത്ത സ്ഥിതിയാണ്. വാഹനങ്ങൾ കുഴിയിൽ പെടുന്നതും പതിവായി. കാഞ്ഞിരപ്പുഴ ഭാഗത്തുള്ളവർക്ക് മണ്ണാർക്കാട്, തെങ്കര എന്നിവിടങ്ങളിലേക്കും തെങ്കര ഭാഗത്തുള്ളവർക്ക് കാഞ്ഞിരപ്പുഴ, തച്ചമ്പാറ, പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിലേക്കും പോകുന്നതിനുള്ള എളുപ്പമാർഗം കൂടിയാണ് കോസ്വേ. അപകട സാധ്യത പരിഗണിച്ച് അടിയന്തരമായി കോസ്വേയുടെ ഇരുവശത്തും മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയുടെ മുഖച്ഛായ മാറും. ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പാലക്കാട്. പാലക്കാട് നഗരത്തിൽ കനത്ത മഴ, പല റോഡുകളും വെള്ളത്തിൽ.
തൊഴിലുറപ്പ് പദ്ധതികളെ കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. BJP അംഗത്വ ക്യാമ്പയിന്റെ ഭാഗമായി പാലക്കാട് സംസ്ഥാനതല മഹിളാ ശില്പശാല. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.